നമുക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ സുഹൃത്തുക്കളെ നമ്മളൊന്ന് വന്നിരിക്കുന്നത് കാശ് നമ്മളൊന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വണ്ടിയുടെ ഫോഴ്സിലൊരു കിടിലൻ കാച്ചി ഒരു വണ്ടിയാണ് ഗൈസ്. കിണ്ണം കാച്ചി ഒരു വണ്ടിയാണ് ഗൈസ്. നമ്മൾ വണ്ടിക്ക് പേരൊന്നുമില്ല, അങ്ങനത്തെ ഒരു നല്ലൊരു കിണ്ണം കാച്ചി വണ്ടിയാണ് ഗൈസ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ എൻ്റെ വണ്ടി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ബെല്ലൊക്കെ അടിച്ചപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ട് കാണിക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഔട്ട്ഫുട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ. പക്ഷേ ഓക്കെ, പക്ഷെ ഇപ്പോൾ അവിടെ ആൾക്കാരൊന്നുമില്ല. നമ്മുടെ ഡിക്കി തുറന്ന് കാണിക്കാൻ വേണമെങ്കിൽ ഞാൻ ഡിക്കി താണ്ട് ഗൈസ്, ഇതാണ് മോനെ നമ്മുടെ ഡിക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജാതി പാട്ടും JBL സബ്വൂഫറും എന്നിവകൾ എല്ലാം ഉള്ള ഒരു നമ്മുടെ ഡിക്കിയാണ് ഗൈസ് നമ്മുടെ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വണ്ടി ഇഷ്ടപ്പെടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ബെല്ലൊക്കെ അടിച്ചിട്ടാക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. പക്ഷേ വേറെ ഒന്നുമല്ല, നമുക്ക് നമ്മുടെ പിള്ളേരെ കയറ്റി നമ്മൾ ടൂർ മോഡിലാണ് ടൂറിൻ്റെ ഒരു പണിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. വണ്ടിയുടെ ബാക്കിലത്തെ ലൈറ്റൊക്കെ അഴിച്ച് മാറ്റി നമ്മളിപ്പം കിണ്ണം കാറ്റി ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കഴിച്ച്. ഇപ്പോൾ നമ്മൾ ഇന്നലെ UDFൻ്റെ ഒരു ചെറിയൊരു വോക്കലും പരിപാടിയൊക്കെ ഇനി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഇനി പോയേക്കുമായിരുന്നു. ഓക്കെ, അത് കാണാത്തവരൊന്നല്ല, ഞാൻ ഇട്ടിട്ടില്ല ആ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഉണ്ടെന്നത് നിങ്ങൾ വിചാരിക്കേണ്ട കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയ ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നേരെ നമുക്ക് ടൂറുള്ള സ്ഥലത്ത് പോകാം. എൻ്റെ ഫോണിലാണ് ഞാൻ മാപ്പ് ഇട്ടുള്ളത്. അല്ലാതെ നമ്മുടെ മാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ മാപ്പ് ഇഷ്ടപ്പെട്ടില്ലാത്തതുകൊണ്ട് ആ മാപ്പ് എനിക്ക് സ്റ്റിയറിംഗ് ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ആ മാപ്പ് മാറ്റിയിട്ട് നേരെ അവിടെ എൻ്റെ ഒരു അഡ്ജസ്റ്റിംഗ് ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറ വഴി എനിക്ക് കാണാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ എൻ്റെ വണ്ടി ഇഷ്ടം ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക നിങ്ങളെ പറയുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഒട്ടും താമസിക്കേണ്ട ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പെട്ടെന്ന് തന്നെ പോയേക്കാം. നമ്മുടെ വണ്ടിയുടെ ഹോണൊക്കെ പഴയ വണ്ടിയുടെ ഹോൺ തന്നെയൊക്കെയാണ്. നമ്മുടെ മോഡിൽ നിന്ന് ഹോൺ മാറ്റാൻ പറ്റത്തുകൊണ്ടാണ് ഗൈസ് ഈ ഹോണും. അല്ലെങ്കിൽ ഞാൻ എന്നെ ഹോണൊക്കെ മാറ്റി ഒരു കിടില ഹോണൊക്കെ കയറ്റിയേനെ. എനിക്കതിപ്പം മാറ്റാൻ പറ്റുന്ന ഇത് മോഡിൻ്റെ ഹോണൊന്നും മാറ്റാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ ഈ ഒരു ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് എനിക്ക് ഒട്ടും ഒരു കളിക്കാൻ ഒരു താല്പര്യമില്ലാത്തൊരു ഗെയിമും കൂടെയാണ്. പിന്നെ നമ്മുടെ ഫോഴ്സ ഹൊറൈസൺ 6 ഒക്കെ റിലീസാവാനാവുകയാണ്. അയ്യോന്നൊന്നും എനിക്കറിയത്തില്ല. ഈ മെയ് എന്നെങ്കിലും ഇറങ്ങുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. പക്ഷേ എന്തായാലും കളിക്കാൻ പറ്റത്തില്ല, കാരണം എൻ്റെ PC-യും അതൊന്നും എൻ്റെ ഇല്ലല്ലോ. അതുകൊണ്ട് എനിക്കത് കളിക്കാൻ പറ്റത്തില്ല. എന്നാലും ഒന്ന് നോക്കായിരുന്നു പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. നമ്മുടെ ഒരു മൂഡൊക്കെ വെച്ച് നമുക്ക് എങ്ങനെയെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കത് അറിയത്തില്ല. നമുക്കത് കുറച്ചും കൂടെ ആവട്ടെ. എനിക്ക് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവായതുകൊണ്ടാണ് കഴിച്ച് ഞാനത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് വെച്ച് നമ്മളൊരു PCയോ ലാപ്ടോപ്പോ വാങ്ങി നമ്മൾ അതിനകത്ത് ഫോഴ്സ ഹൊറൈസൺ 6ഉം 5ഉം അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ അത് വേണം, നിങ്ങൾ നല്ലതായിട്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഗൈസ് നമുക്ക് എൻ്റെ കൂടെ നിന്ന് നിങ്ങൾക്ക് ഗെയിമൊക്കെ കാണാനും കളിക്കാനും എല്ലാം പറ്റുകയുള്ളൂ. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് കൊച്ചു കുട്ടികളല്ലേ, കൊച്ചു കുട്ടികളും കാണുന്നതായിരിക്കും, വലിയ മുതിർന്നവരും കാണുമായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ കൊച്ചു കുട്ടികൾ പറ്റുന്ന രീതിയിലൊന്ന് സഹായിച്ചാലും മതി. അല്ലാതെ അങ്ങനെ സഹായിക്കണമെന്നൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത്. പറ്റുന്ന രീതിയിൽ സഹായിച്ചാൽ മതി. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ സ്ഥലങ്ങൾ ഇങ്ങോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ അന്ന് നമ്മൾ വീഡിയോ ഇട്ടായിരുന്നല്ലോ, ജഡസ്ത്ര വണ്ടി ഇടിച്ചായിരുന്നല്ലോ, അത് അവിടെ ഇട്ടായിരുന്നു. നമ്മുടെ വണ്ടി അഴുക്കാവുകയാണെങ്കിൽ വലുതായിട്ട് അറിയത്തില്ല. ഇങ്ങനെയൊക്കെ ഒരു രീതിയുണ്ട്. കാരണം കട്ട ബ്ലാക്ക് ആയിട്ടാണ് അടിച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ നമ്മൾ ചെയ്ത കളർ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബ്ലൂ കളറാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അയ്യോ, ഡിക്കിക്കത് മഴ പെയ്യും. ഡിക്കി അറിയാത്തറന്നു ഭയങ്കര മിന്നൽ. നമ്മുടെ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെക്കേണ്ടതാണ്. പക്ഷെ നമ്മുടെ വണ്ടിയിൽ മാപ്പില്ലാതെ എനിക്ക് പോകാൻ പറ്റുന്നില്ല. എനിക്ക് മാപ്പില്ലാതെ എനിക്ക് വഴി അറിയത്തില്ല. എനിക്കത് അറിയത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് പണി പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എങ്ങാണ്ട് വലത്തെ സൈഡ് കളക്ട് ഇൻഡിക്കേറ്ററാണല്ലോ. പാവം പിള്ളേർക്ക് ബാക്കിൽ ഡിക്കി തുറന്ന് എടുക്കാൻ പറ്റത്തില്ലല്ലോ ഇവിടെ. അതുകൊണ്ടിത് ചെറിയൊരു വിഷമം. നമുക്ക് ഡിക്കി തുറന്നെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം ജസ്റ്റ് ഒരു വിഷമമുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, നമുക്ക് പോകുന്ന വഴി നമുക്ക് തുറന്നിട്ട് കൊടുക്കാം. അതൊരു യാതൊരു വിഷയമില്ല. ഇത്രയും പിള്ളേർ വണ്ടി കയറുമോ? ഇതൊരു വലിയ വണ്ടി ആയതുകൊണ്ടും കുഴപ്പമില്ല. പെട്ടെന്ന് കയറങ്ങോട്ട് കയറിയല്ലോ. എല്ലാവരും കയറിയോ? നോക്കട്ടെ അങ്ങോട്ട്. എല്ലാവരും കയറണ്ട. നമ്മൾ ഒറിജിനൽ വണ്ടി പോലെ തന്നെ നമ്മൾ സീറ്റൊക്കെ ബാക്കൊക്കെ വേണ്ട, സീറ്റൊക്കെ പൊങ്ങുന്ന സീൻ സാധനമാണ് കേട്ടോ. സീൻ സാധനം.
എജ്ജാതി വെച്ചാൽ എജ്ജാതി സാധനം. പക്ഷെ നമ്മുടെ ആൾക്കാരെല്ലാം പിള്ളേരെല്ലാം കയറി സൈഡിലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പമ്മി എന്നാ പമ്മി നിനക്കൊക്കെ അടിക്കും. നിനക്ക് തുറന്നിട്ടേ ചേട്ടാ, മഴ പെയ്യും ചേട്ടാ, അടക്കി ചേട്ടാ. ആ മക്കളെ ഉടച്ചു തരാം മക്കളെ. നിങ്ങൾ ഡാൻസ് കളിച്ചോ? ജിഞ്ചടിച്ച് ചേട്ടാ എനിക്ക് കളിക്കാൻ വയ്യ. എന്നാ നീ കളിക്കണ്ടോ? നമുക്ക് പോയാലോ എന്നാ? പോവാൻ ചേട്ടാ. പിള്ളേർക്ക് പോവാൻ പറഞ്ഞു. അപ്പം നമുക്ക് നേരെ സ്ഥലത്തിലേക്ക് നമുക്ക് നേരെ വിട്ടടിച്ചാ സുഹൃത്തുക്കളെ നമ്മൾ നേരെ വിട്ടടിക്കാൻ പോവുകയാണ്. നിങ്ങൾ വണ്ടി കൊണ്ട് പോകുന്നില്ല. എത്തില്ലം ബില്ലം പാലല ബില്ല ബില്ലല ബില്ല 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 ബില്ലേ ഓ ബാക്ക് ഞങ്ങൾ ആ സ്ക്രീനിൽ കാണുന്നുണ്ട് ബാക്കിലെ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ. നമ്മുടെ വണ്ടി സീൻ വണ്ടിയാണ്. ഞങ്ങളൊന്നും പറയുകയൊന്നും ചെയ്യില്ല. നമ്മുടെ വണ്ടി സീനാണ്. പക്ഷെ എനിക്ക് വെളിയിരിക്കുന്നേക്കാളും ഇഷ്ടം എനിക്ക് അകത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഫോഴ്സ് നമ്മുടെ ഈ ട്രാവലറിൻ്റെ ഒക്കെ ഒരു ഉൾഭാഗം കിട്ടത്തില്ല. അതൊരു വൈബ് എന്നൊക്കെ തന്നെ നമ്മൾ പറയുന്നത്. ഒരു വൈബില്ല മലമോ വൈബ് എന്നൊക്കെയാണ് ഞാൻ തന്നെ പറയുന്നത്. എനിക്ക് വൈബായിട്ടുള്ള ട്രിപ്പൊക്കെ എനിക്കിഷ്ടം. ഈ മഴയത്ത് അവിടെ ഒരു കൺട്രോളും കിട്ടുന്നില്ല. വണ്ടിയുടെ സ്റ്റിയറിങ് കിടന്ന് വിറയ്ക്കുകയും ചെയ്യുന്നത്. ഇപ്പം ഇടിച്ച് കയറുന്നതെന്നും അറിയത്തില്ല. നമുക്ക് അത്യാവശ്യം പെയ്യൊക്കെയാണ് പോവേണ്ടത്. നമുക്ക് പറപ്പിക്കാം. നമുക്ക് സീനില്ല. നമ്മൾ പ്രോ ആയതുകൊണ്ട് നമുക്ക് ഈ വണ്ടി ഒരു കുഴപ്പമുണ്ടേ. ഈ വണ്ടി ഇപ്പോൾ എവിടെയെങ്കിലും ഇടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് നല്ല സ്ക്രാച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ട്. വണ്ടി നമുക്ക് കുറച്ച് വണ്ടി പെട്ടെന്ന് ഇടിക്കുകയും അതൊക്കെ അങ്ങോട്ട് ചെയ്യുന്നത് കാര്യം കൊണ്ട് വണ്ടി ഡാമേജ് ആവും. പക്ഷെ നമ്മൾ മൾട്ടിപ്ലയർ കളിക്കുമ്പോൾ വണ്ടി എനിക്കൊരു പേടിയില്ല. മൾട്ടിപ്ലയർ കളിക്കുമ്പോൾ ഞാൻ ഏതൊക്കെയോ മൂലയ്ക്കൊക്കെ കൊണ്ട് ഇടിച്ച് കയറ്റും. എന്ന് വെച്ചാൽ ഞാൻ ബാക്കിയുള്ളവരുടെ വണ്ടിക്ക് അത് ഇടിക്കാനൊക്കെ ഒരു സുഖമല്ലേ. അതുകൊണ്ട് ഈ ബസ് ഇൻവേർട്ടർകാർ മൾട്ടിപ്ലയറിനകത്ത് അവർ ഇടിച്ചാലും സീനില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലാതെ ബാക്കി നമ്മളിങ്ങനെ കളിക്കുന്നതിനും ഇടിച്ചത് അതും ഇഷ്ടപ്പെട്ടു. ഡെലിവർ പാസഞ്ചേഴ്സ് സ്ഥലം എത്തിയെന്ന് അവർ പറയുന്നത്. ഇവിടെ പെയ്യി പോവാം നമുക്ക്. നല്ല വളവും തിരിവൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി പെയ്യെ പോവാം. ആക്സിഡൻ്റ് ഉണ്ടാകാൻ സാധ്യത ഉള്ള സ്ഥലമാണ് നമ്മൾ പോകുന്നത്. ഇച്ചിരി താപ്പോട്ട് കൊള്ളാം. താപ്പോട്ട് വൈൽഡായിരുന്നു. നമുക്ക് മേപ്പോട്ടാണ് പോകേണ്ടത്. എല്ലാ രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ് വരുന്നത്. രണ്ടും ഒരേ സ്ഥലത്തായി നമുക്ക് പോകണം. നമുക്ക് നേരത്തെ ടിക്കറ്റൊക്കെ അവരെടുത്ത് വെച്ചിട്ടുണ്ടെന്നായി പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞ് നിങ്ങൾ വണ്ടി ഇവിടെ നിന്ന് എത്തണ്ട, ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിരുന്നായിരുന്നു, നിങ്ങളതുകൊണ്ട് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. എന്തുവാടാ കാണിച്ച ഇപ്പം വണ്ടി ഇടിച്ച് കയറ്റിയാനല്ലോ നീ പോ തൽക്കാലത്തേന്. ഇത് ചെറിയ വണ്ടിയായോണ്ടാ എങ്ങനെയും കഷ്ടിച്ച് പോകാൻ പറ്റുന്നത്. ടൂർ പോയ വണ്ടികളൊക്കെ കേട്ടോ ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് കയറ്റി കൊണ്ടുപോയില്ലെങ്കിലേ നമ്മൾ തന്നെ ബ്ലോക്കായി പോകും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇവരെ എങ്ങനെയും എത്തിക്കണം. ടൂർ പോകുന്നവരാ കൂടുതൽ ഈ സ്ഥലം. നമ്മളും ടൂർ പോകുന്നവരാ തന്നെ. പക്ഷേ വണ്ടി എവിടെ എന്തെങ്കിലും ആക്സിഡൻ്റ് അങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആരും അറിയത്തില്ല. നമ്മളൊക്കെ എന്തെങ്കിലും മുറിവ് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും അവർക്ക് വല്ല മരിക്കുന്ന ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിനകത്ത് അങ്ങനെ അവർ വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോകാൻ ആരും കാണത്തില്ല. പോകുന്ന വണ്ടികളൊന്നും നിർത്തത്ത് പോലും ഇല്ല. പിന്നെ ഇവിടെ നിന്ന് ഹോസ്പിറ്റലും ഇല്ല. പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പോകുന്നില്ല മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഞാൻ പോകുന്നില്ല. പിന്നെ എങ്ങനെ എൻ്റെ വണ്ടി പോകുന്നേ? ഇല്ല, വണ്ടിക്ക് സ്ക്രാച്ച് പറ്റി ഫ്രണ്ടി. അറിയത്തില്ല. രണ്ടാളെ ചടങ്ങി വണ്ടിക്ക് വല്ല പറ്റിയോ? ഇനി റോഡ് ഭയങ്കര ബ്ലോക്കാണ് ഉറപ്പാണ്. ഇനി റോഡ് ഭയങ്കര ബ്ലോക്ക്. അവൻ ഡിമ്മിട്ടോളാണ് നിർത്തിട്ടേക്കുന്നത്. അവൻ ഇൻഡിക്കേറ്റർ ഇട്ടാൻ നിർത്തിച്ചു. നമുക്കങ്ങ് പോയേക്കാം. അവനടുത്ത് ഞാൻ പറഞ്ഞു കയറിയപ്പോൾ അവൻ പോയില്ല. അപ്പോൾ നമ്മളെ കുഴപ്പമില്ലല്ലോ, അപ്പോൾ അവരുടെ കുഴപ്പമില്ല. ശേഷം നമ്മൾ നല്ല മലയൊക്കെ കയറി വരികയാണ് സുഹൃത്തുക്കളി. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ക്ലൈമറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. താറായില്ലേ അവിടെ ഇതൊന്നും.
ഇവിടെ ഒരിട്ടം വന്നേ ബ്യൂട്ടിയൊക്കെ കൊണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊന്ന് വീട്ടിട്ടാന്ന് തോന്നുന്നു. ഞാൻ ബ്യൂട്ടിയുടെ ഡസ്റ്ററ ബ്യൂട്ടിയൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്നാലും വഴി മറന്നുപോയി. ആ പിള്ളേരെ ഒന്ന് ഇറക്കി അവർ കറങ്ങി അടിച്ചിട്ടൊക്കെ വരട്ടെ. ഓക്കെ, ഞാനൊന്ന് പോയി ചില്ലിട്ടൊക്കെ വരാം. വണ്ടിയുടെ ഒന്ന് എൻജിനൊന്ന് ചൂടാക്കട്ടെ. വണ്ടിക്കകത്ത് എൻജിനൊക്കെ ചൂടാ. ചിലവന്മാരൊക്കെ അകത്തിരിക്കുക കേട്ടോ. അവന്മാർക്കൊക്കെ പനിയെന്ന് പറഞ്ഞാൽ അവന്മാരകത്തിരിക്കുക. വണ്ടിയുടെ നല്ല പൊടിയൊക്കെ ആയിരുന്നു. നാളെ വീട്ടിൽ അവിടെ കൊണ്ടിട്ട് കഴുകണം. ഓക്കെ, വെള്ളമിറങ്ങി പല പല സ്ഥലങ്ങളിൽ ട്രക്കിങ്ങിന് പോവാട്ടോ. ഓ, ടീമായിട്ട് കേട്ടോ പോകുന്നത്. ഇവിടെ ഫുഡ് അടിക്കാനെങ്ങാണായിരിക്കും ഇവർ പോകുന്നത്. ഇവിടെ ഫുഡ് അടി യാത്രയല്ലേ ഉള്ളൂ എല്ലായിരിക്കും. എന്തോടാ ചേട്ടാ ഒന്ന് മാറില്ല കേട്ടോ അങ്ങോട്ട്. ആ ശരി ശരി ശരി. ഇവിടെ താഴെ നേരെ ഗുമ്മള് നിന്റെ മണ്ട കയറാൻ പറ്റുമോ? കൊള്ളായിരുന്നല്ലേ. പറ്റൂടേ, പറ്റും. ഇങ്ങനെ പോയി നോക്കാം. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ എന്തെങ്കിലും മൊഞ്ചോ ഇല്ലയോ. നമുക്ക് നമ്മളെ ട്രാവലർ കയറ്റാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇവിടെ കയറ്റിക്കൊണ്ട് വരാം. ഒരു അഡ്വഞ്ചർ വൈബ് ആവട്ടെന്ന്. ഇവിടെ ട്രാവലറൊന്നും കയറൂല. അത് കൊള്ളാം ഇങ്ങനെ ചാടിപ്പോന്നെ. അമ്പലം മണ്ടുന്നവൻ ചാടിപ്പടിക്കടി കയറിപ്പോയവനാടി ഞാൻ. അമ്പലം മടികൾ ചാടി കയറിപ്പോയവനാടിയുടെ ഞാൻ. ചേട്ടാ മഴ പെയ്യുന്നു ചേട്ടാ. വീട്ടിൽ വണ്ടിക്കകത്ത് കയറിയിരി ചേട്ടാ, ഭയങ്കര മഴ. മോനെ ഈ മഴയത്തല്ലൊക്കെയാണ് മോനെ ഭയങ്കര അമ്മാതെ വൈബൊക്കെ കിട്ടുന്നത്. മോനെ തള്ളല്ലേ മോനെ, മോനെ തള്ളല്ലേ മോനെ പറ. മോനെ ഞാനത് കണ്ടോട്ടെ മോനെ, കാഴ്ചകളല്ലേ മോനെ. ജീവിതത്തിൽ ഇങ്ങനെ ഒരിക്കലും കാണാൻ പറ്റാത്ത കാഴ്ചകളല്ലേ മോനെ. എന്നെ തെല്ലല്ലേ മോനെ, എന്നെ തെല്ലല്ലേ മോനെ, മോനെ എന്നെ തെല്ലല്ലേ മോനെ. മോനെ എന്നെ അങ്ങോട്ട് കൊണ്ടു നിർത്തും മോനെ. മോനെ എനിക്ക് തന്റെ കാഴ്ചകൾ കാണണം മോനെ. മോനെ ഞാനൊക്കെ പോയി കഴിഞ്ഞാൽ എന്നായിരിക്കും മോനെ ഇങ്ങനത്തെ സ്ഥലം പോകുന്ന കാഴ്ചകൾ കാണാൻ മോനെ. ആ ഇവർക്കൊക്കെ വട്ട് മഴയത്തിരുന്ന് ചുണ്ണാമ്പും കുക്കിരിയും കളിക്കുന്നു. എൻ്റെ മണ്ടേ കയറാൻ പറ്റിയും കൊണ്ടായിരുന്നു. മോനെ ഇങ്ങോട്ട് മാറിയല്ലോ മോനെ, എനിക്കിവിടെ ഈ ഒരു റവർ കാണണം മോനെ. മോനെ മാറാനല്ലേ മോനെ, മാറാനേ. ഓ ചേട്ടാ മാറി തന്നു മോനെ. തള്ളല്ലേ മോനെ, തള്ളല്ലേ മോനെ എന്നല്ലേ പറഞ്ഞ മോനെ. തള്ളല്ലേ എന്നല്ലടാ പറഞ്ഞ പ്രശ്നം പറഞ്ഞേ. ഞാൻ നിന്റെ മര്യാദക്കില്ലേടാ പറഞ്ഞേ തെല്ലല്ലേന്ന്. ഈ ചെല്ലി പറഞ്ഞ ഡ്രൈവർ കളവാൻ വന്നേക്കഞ്ഞ്. അയ്യോ അയ്യോ അയ്യോ, അവരൊക്കെ വണ്ടിക്കകത്ത് കയറി വെള്ളം കുടിക്കുന്ന. നമുക്കപ്പോഴത്തേനൊന്ന് റൗണ്ടൊക്കെ കറങ്ങി അടിച്ചിട്ടൊക്കെ വരാം. ഓക്കെ, ആവേശം അവരെല്ലാം വണ്ടി കയറിയിട്ടുണ്ടായി. നമ്മുടെ ടൂർ തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ വണ്ടി ഇവിടുന്ന് എന്തായാലും നമ്മുടെ വണ്ടി ഇവിടുന്ന് പോവുകയാണ്. ഓക്കെ, ഈ ടൂർ ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും ഞാൻ വിചാരിക്കുന്നു. ടൂറ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ വണ്ടി തിരിക്കുകയാണ്. നമ്മൾ വരെ നേരെ കൊണ്ടാക്കിയിട്ട് നമുക്കിനി ഒരു സ്ഥലം വരെ പോകണം. നമുക്ക് വരെ തന്നെ വീട്ടിൽ നിന്ന് വീട്ടിൽ കൊണ്ടാക്കാം. എന്നിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകണം. നമ്മുടെ പേഴ്സണലൈസ്ഡ് എനിക്കൊരു കൂട്ടുകാരൻ്റെ അവിടെ വോക്കലേറ്റാൻ പോകണം വണ്ടിയിൽ. ഈ വണ്ടിക്കകത്ത് ആകെ ഒരു 10-20 എണ്ണം വെക്കാനുണ്ടായിരുന്നു. ഒരു 5 എണ്ണം ഇപ്പോൾ ഒരു 10 എണ്ണം ഇരിപ്പുള്ളൂ. ഒരു 7-8 എണ്ണം ഞാൻ കയറ്റണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ അതിനുള്ളൊരു സാമ്പത്തികം അതിനില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അന്നൊന്നും വണ്ടി വോക്കലൊന്നും കയറ്റിയില്ല. എനിക്ക് കയറ്റണം. അന്നൊന്നും എനിക്ക് കയറ്റാൻ വണ്ടിക്കകത്ത് പറ്റിയില്ലായിരുന്നു. എനിക്ക് വണ്ടിക്കകത്ത് കയറ്റണം. നമ്മൾ ഒറ്റ കൈ കൊണ്ടാണ് ഓട്ടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിട്ടേക്കുന്നത്. ഒറ്റ കൈ വെറുതെ വെച്ചേക്കുക. ഈ ഗെയിം കളിച്ചിട്ടുള്ളത് ലൈക്ക് ചെയ്യണേ, ഒന്ന് കമൻറ്റും ചെയ്തേക്ക്. നമുക്ക് പറപ്പിക്കാം. എന്താ വെച്ചോണ്ടിരിക്കാനാ?
നമുക്ക് പറക്കാം. കാട്ട മുതല കലച്ച മുതല കെട്ടിൽ ചെയ്ത് വിളിക്കൂലേ കലയും വിളിക്കത്തി പക്ഷെ നമ്മളെ ജസ്റ്റ് ഒന്ന് തട്ടി. പക്ഷെ അറിയത്തില്ലല്ലേ അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ കറുത്ത വണ്ടികൾക്ക്. ഞാൻ ഇനിയും പറപ്പിക്കും. ഇവിടെ പറപ്പിക്കത്തില്ല. ഇതെന്തോളം തന്നെ കൊണ്ടിട്ട് എല്ലാവരും വരയ്ക്കുന്നത് എൻ്റെ വണ്ടിയിൽ. എൻ്റെ വണ്ടിക്ക് എന്തുവാ വരപ്പിൻ്റെ അസുഖം ഉണ്ടോ? അല്ലേ അല്ലേ ദാണ്ട് എടുത്തോണ്ട് വരുന്നത്. ഞാനങ്ങ് പോവാ. ഇവിടെ പെയ്യെ പോവാ. ഓ ഇത് 1 വേ കേട്ടോ നമ്മൾ വന്നത്. താപ്പോട്ട് വന്ന് ഞാൻ വരച്ച് പറഞ്ഞ വഴി ഇത് 1 വേ ആയിരുന്നു. ഇനി ഞങ്ങൾക്ക് പോവാം. മട്ടപ്പെട്ടി പോയില്ലേ മാമ മച്ച മനസ്സ് പച്ച ചെല്ലിക്കെട്ടിൽ വിളിക്കൂലേ ഈ മണ്ണപ്പനി അനമ്പക്കനി അമ്പിളിക്കത്തുടത്തോപ്പത്തുള്ളൂ. നമ്മുടെ ആ സ്ഥലം കഴിഞ്ഞിരിക്കുന്ന കുറെ കട്ടറും കുണ്ടും കുഴിയും എല്ലാം നമ്മളിപ്പം കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഗൈസ്. എന്തിരി പാടുള്ള എന്തിരി വട്ട് കേസുള്ള ഒരു സ്ഥലമായിരുന്നു. ഇപ്പം നമ്മൾ ഈ വണ്ടി കൊണ്ട് ഇനി പോകണമെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത പ്രശ്നം നമ്മൾ ഏത് വണ്ടി കൊണ്ടുവരണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രം മതി ഗൈസ്. നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ആ വണ്ടി ഇറക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളൊന്ന് കാത്തിരുന്നാൽ മാത്രം മതി. ഇവരെ കൊണ്ട് ആ വീട്ടിൽ കൊണ്ട് കയറ്റിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം സുഹൃത്തുക്കളെ. നമുക്ക് നേരെ വീട്ടിൽ കൊണ്ട് പൈസ വാങ്ങണം. പൈസയ്ക്ക് പൈസ ഇല്ലായിരുന്നു, ഒട്ടും പൈസ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് കൈസ് അവിടെ നമ്മൾ വണ്ടി പണിയാനൊക്കെ ഒന്നും മടുക്കുന്നത്. അവിടെ വല്ല അത്രയും പൈസകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ്. നിങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലാതില്ലല്ല. നിങ്ങളുള്ളാണ്ട് കുഴപ്പമില്ലാതില്ല. ഇല്ലാതില്ല, കുഴപ്പമില്ല നിങ്ങളുള്ളത് കൊണ്ട്. ഓക്കെ, നമ്മൾ റിട്ടേൺ പാസഞ്ചേഴ്സിൻ്റെ സെലക്ട് വന്നെന്നാണ് അവർ പറയുന്നത്. എവിടെ നോക്കിയാണ് ഓട്ടിക്കുന്ന വണ്ടി? പാസഞ്ചേഴ്സിൻ്റെ വീട്ടിൽ കൊണ്ടാക്കാനാണ് ഇവർ പറയുന്നത്. പിള്ളേരൊന്ന് ചില്ലാവട്ടെ എന്നേ. ബ്രേക്ക് കിട്ടുമോ? സോറി, പിള്ളേരും ഡാൻസ് കളിക്കുക. ചേട്ടാ വണ്ടി കറക്കി ചേട്ടാ, റോഡിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ക്. ആക്കാം. പിള്ളേർ പറഞ്ഞു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനെന്ന്. എന്നിട്ട് വേണം വണ്ടി എവിടെയെങ്കിലും കൊണ്ട് കയറാൻ. ചേട്ടാ നല്ല വെയിറ്റൊക്കെ ഉണ്ട് ചേട്ടാ വണ്ടിക്ക്. അതൊന്നും നല്ല ചേട്ടാ വണ്ടി കുലുക്ക്. ഓക്കെ. പിള്ളേരുടെ ആഗ്രഹമല്ലേ വണ്ടി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയപ്പോൾ. പിള്ളേരുടെ ആഗ്രഹമൊക്കെ അവിടെ ഇരിക്കട്ടെ. ആദ്യമേ എൻ്റെ വണ്ടി കുറച്ച് കുഴപ്പങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് റെഡിയാക്കണം. ആദ്യമേ ഇവരെ കൊണ്ട് ഇവരുടെ വീട്ടിൽ കൊണ്ട് കുത്തി കയറ്റിയിട്ട് എനിക്ക് എൻ്റെ വണ്ടി പണിയാൻ പോകണം. പണിയാന്നല്ലാന്ന് വണ്ടി ഒന്ന് കഴുകണം. വൃത്തികേടായി, അഴുക്കൊക്കെ നോക്ക്. മാറുന്നു ഞാൻ ഇങ്ങനെ ഇട്ട് കോണടിക്കും. മാറ്. എനിക്ക് ഇടത്ത സൈഡ് കയറാറായിത്തോളൊന്നുമല്ല. ആംബുലൻസ് ആവും ഇപ്പോൾ. ഞാൻ ആംബുലൻസ് വന്നാൽ കാണണോ? എന്താ ഭയം. പോടാ നീ. അങ്ങുള്ളവൻ വരെ മാറി തന്നു. ൊക്കെ അറിയാം എനിക്ക് ട്രാഫിക് റൂൾസ് ഇഷ്ടമല്ലെന്ന്. നമുക്ക് ട്രാഫിക്കിൽ കിടന്നു പോകാമല്ലോ. നമുക്കിനി ട്രാഫിക് റൂൾസ് പാലിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാഫിക് റൂൾസ് ഇങ്ങനെ പാലിച്ചു പോകാൻ. നമുക്ക് ട്രാഫിക് റൂൾസ് പാലിച്ചു പോവാം.
ഏയ് മട്ടപ്പട്ടി പോയില്ലേ മമ്മച്ച മനസ്സ് ജല്ലിക്കൊള്ളേ അമ്മനെ അമ്പക്കനെ അമ്പിളിക്കത്തോടൊക്കെ അമ്പിളിക്കത്തോടില്ലേ പൊടി മമ്പയിലേ പൊടാ മമ്പുയിലേ മച്ചാപ്പൊട്ടില്ല പൊട്ടാ മമ്പുയിലേ ഒണ്ടാങ്ങയിലേ അവൻ മാറിയതൻ അവനൊരു കോൺ അടിച്ചപ്പോഴേ അവൻ മാറി തന്നു. അവൻ കള്ളൻ. നമുക്ക് അങ്ങോട്ടാ പോവാളെ, ആക്സിഡൻ്റ് ആവും. നമ്മൾ ഒരിക്കലും പാടില്ല. ഓ 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 മട്ടപ്പട്ടി പോയില്ലേ മാമ വച്ചാം ചെബിളിക്കൊള്ളേ അണ്ടപ്പണ്ണി അറമ്പക്കണ്ണി അമ്പിളിക്കത്തൂർത്ത് വെച്ച അമ്പിളിക്കത്തുള്ളേ പൊടി മാമ്പയില്ലേ അളാ മാമ്പയില്ലേ ഓറാ മാമ്പഴ മണ്ണാ കിട്ടൂല പൊടി മാമ്പയില്ലേ. ഞാൻ എന്തോ ചെയ്യണമെന്ന് പറ. കിഴപ്പെന്ന് പറയും ഇതിന്. എൻ്റെ ഭാഗത്തൊന്നും ഒരു തെറ്റുമില്ല. കുറച്ച് അവന്മാർക്ക് കുത്തിക്കഴപ്പുണ്ട്. അതുകൊണ്ട് അപ്പുറത്തേക്കുന്ന കള്ളന് പറയുന്നില്ല, എനിക്ക് അറിയാത്തതെന്നല്ല. ഞാൻ മര്യാദയ്ക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാണ് ഞാൻ പോയെ. അതൊന്നും നടന്നില്ല. മര്യാദയ്ക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് നല്ലതുപോലെ എല്ലാവരും പോകുന്നത് പോലെ സൂപ്പറായിട്ട് ഞാൻ പോയി. അത് അവന് ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ട്? എനിക്ക് എൻ്റെ വണ്ടി കൊണ്ട് കഴിവണമായിരുന്നു. വൃത്തികേടായി. ഇവരെ കൊണ്ടാക്കുക, എന്നിട്ട് എൻ്റെ സ്ഥലത്ത് പോവുക. മക്കളെ വോക്കലിട്ട് തരാം. ആ ചേട്ടാ വോക്കലിട്ട് കേട്ടാ. മതി മക്കളെ. പന്നക്കളവൻ എനിക്ക് പാട്ടിട അങ്ങോട്ട്. ഓ മട്ടപ്പട്ടി പോയില്ലേ മാമ ചമ്മ കട്ടിട്ടുള്ളേ മണ്ടവനെ പറമ്പകനെ അമ്പിളിക്കത്തുള്ളേ പൊട്ടി മമ്പയിലേ പൊക്കാ മമ്പയിലേ നമുക്കൊരു 53,000 രൂപ തരാൻ പറഞ്ഞിട്ട് അവന്മാർ തന്നായിരുന്നു. ഞാനത് പറഞ്ഞു എനിക്കത് വേണ്ട. പാവം ചേട്ടൻ അത്രയും കഷ്ടപ്പെട്ട് അവന്മാരെ കഷ്ടപ്പെടുന്നില്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്ത്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ബെല്ലൈക്കൺ അടിച്ചിട്ട് ബൈ ബൈ.